നരേന്ദ്രമോദി കളിയാക്കിയ അല്ലെങ്കിൽ മഴക്കോട്ടിട്ട് ബാത്റൂമിൽ കുളിക്കുന്ന മൻമോഹൻ സിംഗ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞ അതേ മൻമോഹൻ സിംഗ് വേണ്ടി വന്നു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ തകർച്ചയെ മുൻപ് തന്നെ ചൂണ്ടിക്കാണിക്കാൻ. ഇന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥകളൊക്കെ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. അദ്ദേഹം മുന്നിൽ വെച്ച ആരോപണങ്ങൾക്ക് വസ്തുതാപരമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ലാതായി പോയല്ലോ. നിർമ്മല സീതാരാമൻ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ, വാർത്താ സമ്മേളനത്തിൽ നിർമ്മല സീതാരാമൻ മൻമോഹൻ സിംഗ് മുന്നിലോട്ട് വെച്ച ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറായില്ല എന്നത് തന്നെ ഏറ്റവും വലിയ നാണക്കേടാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക മാന്ദ്യം എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് നിർമ്മല സീതാരാമന്റെ ആ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാണ്. അതുകൊണ്ടാണ് മൻമോഹൻ സിംഗ് മുന്നോട്ട് വെച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകാതെ അവർ കടന്നു കളഞ്ഞത്. അല്ലെങ്കിലും മറുപടി നൽകാനുള്ള ക്വാളിഫിക്കേഷൻ, വസ്തുതയാർന്ന മറുപടിക്കുള്ള വകുപ്പുകളൊന്നും അക്കൂട്ടത്തിൽ ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യങ്ങളിലോട്ട് കടന്നു വരാൻ BJP ശ്രമിക്കണം. അതാണ് സുബ്രഹ്മണ്യൻ സ്വാമിയും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞു, രാജ്യത്ത് മാന്ദ്യം പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവകാശപ്പെടുന്ന കമ്പനികൾ സർക്കാരിനെ വന്ന് സമീപിക്കട്ടെ എന്ന്. എന്ത് മണ്ടത്തരമാണ്, എന്ത് വിഡ്ഢിത്തരമാണ് രാജ്യത്തെ ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 2-3 കമ്പനികൾ സർക്കാരിനെ സമീപിക്കുകയും ആ 2-3 കമ്പനികൾക്ക് സർക്കാർ ചില സാമ്പത്തിക സഹായങ്ങൾ നൽകിയാൽ തീരുന്ന ഒന്നാണോ ഈ സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത്? അതിന്റെ ആദ്യ തട്ട് നോട്ട് നിരോധനത്തിലൂടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ തട്ട് രണ്ടാം തട്ടിലേക്ക് കടന്നു വന്നു. എങ്ങനെ? GST-യിലൂടെ. ഇപ്പോഴിതാ 3-ാം തട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അത് രാജ്യത്തിന്റെ വ്യവസായ മേഖലകളിലേക്കാണ്. അതിന്റെ 4-ാം തട്ട് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പൊതുജനമാണ്. ആ പൊതുജനത്തിലേക്ക് കടന്നു വരുന്നതിന്റെ ഏറ്റവും അവസാനത്തെ തട്ടിലാണ് സാമ്പത്തിക മാന്ദ്യം ഇന്ന് നിലവിലുള്ളത്. ആ സാമ്പത്തിക മാന്ദ്യം പൊതുജനങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിൽ ധനമന്ത്രി പറയുകയാണ്, ഇങ്ങനെ ഒരു മാന്ദ്യമുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരണം എന്നുള്ളത്. അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നല്ല സർവകലാശാലകളിൽ നിന്ന് ബിരുദം നേടി തിരിച്ചു വരേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം വിവരദോഷികളുടെ കൂടെ നിന്ന് വർഗീയവും മതവും ജാതിയും പറഞ്ഞ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. രാജ്യം പ്രതിസന്ധിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ പോലും ഒരു പ്രതിവിധി കാണാൻ രാജ്യത്തെ സർക്കാർ തയ്യാറാവാത്തത് എത്രത്തോളം വലിയ നാശമാണ് ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. മൻമോഹൻ സിംഗ് മുന്നോട്ട് വെച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാനെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് പോലും ഇല്ല എന്നുള്ളത് എത്ര വലിയ നാണക്കേടാണെന്നുള്ള കാര്യത്തിൽ എന്ത് സംശയമാണുള്ളത്? ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.